സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അങ്ങനെ അവർ ആ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ ഗ്രാനി ആൻഡ് മണി വെയർ ഓൺ ദെയർ ഓൺ. ഇനി അവർ ആ മലയുടെ മുകളിലെത്തിയപ്പോൾ ഗ്രാനിയും അതുപോലെ തന്നെ മണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. വടക്ക് വശത്ത് ഒരു മലയുണ്ടായിരുന്നു, അതുകൊണ്ട് അവരുടെ ആ ഗ്രാമം കാണാനുണ്ടായിരുന്നില്ല. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. ഇനി താഴെയായിട്ടാണെങ്കിലോ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. ഇനി മുകളിൽ കുറേ ദൂരെയായിട്ട് ഒരു സ്വർണ്ണവർണ്ണമുള്ള പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പോൾ മണി എന്താ ചോദിച്ചത്? ഗ്രാനിയോട് ചോദിച്ചു, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം എടുത്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രാനി മറുപടി പറയുകയാണ്, നാച്ചുറലി സെഡ് ഗ്രാനി. അപ്പോൾ തീർച്ചയായിട്ടും, ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയാം നിനക്ക് പെട്ടെന്ന് വിശക്കുമെന്ന്. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. പക്കോടകളും ബണ്ണും എടുത്തിട്ടുണ്ട്, പിന്നെയോ അങ്കിളുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് പീച്ച് പഴങ്ങളും പറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗുഡ് സെഡ് മണി. ഓ നല്ലത്. ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. അപ്പോൾ അവൻ്റെ ക്ഷീണമൊക്കെ, ഭക്ഷണം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ക്ഷീണമൊക്കെ മാറി. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. നമുക്കിത് നടന്നുകൊണ്ട് തന്നെ കഴിക്കാം. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. അതായത് ഗ്രാനിക്ക് എപ്പോഴാണോ ക്ഷീണം വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓ ഐ ക്യാൻ വാക്ക് ഫോർ എവർ സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറഞ്ഞത്? എനിക്ക് എത്ര വേണമെങ്കിലും നടക്കാൻ പറ്റും. ലോഫിങ് അത് പറഞ്ഞ് ചിരിച്ചു. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ് ദിസ് അംബ്രല ലീക്സ് ബാഡ്ലി. അപ്പോൾ എത്ര വേണമെങ്കിലും നടക്കാൻ പറ്റും, എങ്ങനെ അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ, കാരണം ഈ അംബ്രല ഈ കുടം മുഴുവൻ ചോരുന്നതാണ് എന്ന് പറഞ്ഞു. ഡൗൺ എഗെയിൻ ദേ വെൻറ്റ്. പിന്നെ അവർ താഴേക്ക് ഇറങ്ങി. ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൻ. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറി. ആൻഡ് ഓവർ ബെയർ വിൻസെപ്റ്റ് ഹിൽ സൈഡ്സ്. ഇനി കാറ്റടിക്കുന്ന മരങ്ങളൊന്നുമില്ലാത്ത മലഞ്ചെരുവിലൂടെ. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. പിന്നെയോ ദേവദാരു മരങ്ങൾ കട്ടിപിടിച്ച് നിൽക്കുന്ന കാട്ടിലൂടെയും അവർ നടന്നു. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂറി ട്വിങ്കിളിംഗ് എഹെഡ് ഓഫ് ദം. അതായത് അവർക്ക് മുന്നിലായി മസൂറിയുടെ മിന്നിത്തിളങ്ങുന്ന വെളിച്ചം കണ്ടു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അതായത് അവർ മസൂറിക്ക് അടുത്തേക്ക് ചെന്നപ്പോൾ വെളിച്ചം കൂടി വന്നു. അണ്ടിൽ പ്രസൻ്റ്ലി ദേ വേർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അതായത് ഒരു നല്ല വെളിച്ചമുള്ളൊരു മാർക്കറ്റിൽ എത്തുന്നവരെ വെളിച്ചം കൂടി വന്നു. ജോസിൽഡ് ഇൻ ദ ക്രൗഡ്. ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേമിലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം. ഗ്രാനി ഒരു കൈ കൊണ്ട് മണിയുടെ ഷോൾഡറിൽ മുറുക്കെ പിടിച്ചിരുന്നു, കാരണം മണിയെ നഷ്ടപ്പെടാതിരിക്കും. ദേ ആസ്ക്ഡ് എറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ചുറ്റുപാടും കുറഞ്ഞ നിരക്കിൽ ഹോട്ടൽ എവിടെയെങ്കിലും കിട്ടുമോ അന്വേഷിച്ചു. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. അപ്പോൾ അവിടെയൊന്നും ചീപ്പായിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അതുകൊണ്ട് അവർ ആ രാത്രിയിൽ അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു ധർമ്മശാലയിൽ ചെലവഴിച്ചു. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അടുത്ത ദിവസം രാവിലെ അവർ ഐ ഹോസ്പിറ്റലിൽ എത്തി. ദേ ജോയിൻഡ് എ ലോങ് ക്യൂ. നീളമുള്ള ക്യൂവിൽ അവർ നിന്നു. ഓഫ് പേഷ്യൻസ്. വളരെ ക്ഷമയോടെ നിൽക്കുന്ന രോഗികളുടെ ക്യൂവിൽ നിന്നു. ഇത് ഐ സ്പെഷ്യലിസ്റ്റ് എ പോർട്ടലി മാൻ. ഇവിടെ ഐ സ്പെഷ്യലിസ്റ്റ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ. അത് സ്യൂട്ടും ടൈയും ധരിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക്. അതായത് പേഷ്യൻസിനെ വളരെ വേഗത്തിലാണ് നോക്കിയിരുന്നത്. ബട്ട് കൈൻഡ് മാനർ. എന്നാൽ വളരെ ദയോടുകൂടെ നോക്കിയിരുന്നു. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ ഗ്രാനിയുടെ ഊഴം വന്നു. ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ്. അതായത് ഡോക്ടറോട് ഗ്രാനിയുടെ ഗ്ലാസ്സിലേക്ക് ഭയങ്കര ഭയാനകമായി നോക്കി. ആൻഡ് ഡ്രോപ്പ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. എന്നിട്ടോ ആ ഗ്ലാസ് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു.
Then he fished them out and placed them on his desk and said, അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞ കണ്ണട അവിടുന്ന് എടുത്തിട്ട് വീണ്ടും മേശപ്പുറത്ത് വെച്ച് പറഞ്ഞു, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. അതായത് ഒന്ന് ആലോചിച്ചപ്പോൾ ഇത് മ്യൂസിയത്തിലേക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഗ്ലാസ് മാറ്റണമായിരുന്നു. യു ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. നിങ്ങൾക്ക് ഈ കണ്ണട കൊണ്ട് ദോഷമേ ഉണ്ടായിട്ടുള്ളൂ നല്ലതിനേക്കാൾ എന്ന് ഡോക്ടർ പറഞ്ഞു. ഹി എക്സാമിൻ്റെ ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്. ഗ്രാനിയുടെ കണ്ണുകൾ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, യുവർ ഐസ് ആർ വെരി വീക്ക്. നിങ്ങളുടെ കണ്ണ് വളരെ വീക്കാണ്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. പക്ഷെ നിങ്ങൾക്ക് അന്ധത വന്നിട്ടൊന്നുമില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. ഞാൻ നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടെ പവറുള്ള ഗ്ലാസസ് തരും. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ലാർജ് ആൻഡ് സ്മോൾ, ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ്. അപ്പോൾ അദ്ദേഹം ഡോക്ടർ ഗ്രാനിയെ ഒരു ബോർഡിന് മുന്നിലോട്ട് ഇരുത്തി. ഈ ബോർഡിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതായി? വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ലാർജ് ആൻഡ് സ്മോൾ, വലുതും ചെറുതും. ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. എന്നിട്ട് അത് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഐ കാണ്ട് ഈവൺ സീ ദ ബോർഡ് സെഡ് ഗ്രാനി. ഗ്രാനി എന്താ പറഞ്ഞത്? എനിക്ക് ബോർഡ് പോലും കാണാനില്ല എന്ന് പറഞ്ഞു. വെൽ ക്യാൻ യു സീ മീ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നെ കാണാമോ? സം ഓഫ് യു സെഡ് ഗ്രാനി. നിങ്ങളുടെ കുറച്ച് ഭാഗം കാണാമെന്ന് പറഞ്ഞു. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നെ മുഴുവനായിട്ട് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. എന്നിട്ട് എന്ത് ചെയ്തു ഡോക്ടർ? ഒരു വയർ ഫ്രെയിം, ഒരു ഫ്രെയിം ഗ്രാനിയുടെ മൂക്കിൽ വെച്ചിട്ട് പലതരത്തിലുള്ള ലെൻസ് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. പെട്ടെന്ന് ഗ്രാനിക്ക് നന്നായിട്ട് കാണാൻ സാധിച്ചു. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ഗ്രാനി ബോർഡും അതിലുള്ള വലിയ എഴുത്തുകളും കണ്ടു. ക്യാൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇപ്പോൾ എന്നെ കാണാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് യു സെഡ് ഗ്രാനി. നിങ്ങളുടെ ഭൂരിഭാഗവും കാണാം. ആൻഡ് ദെൻ ആഡഡ്, എന്നിട്ട് കൂട്ടിച്ചേർത്തു, ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ. ഡോക്ടറെ സഹായിക്കാൻ എന്നോണം പറഞ്ഞു, ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. നിങ്ങളെ കാണാൻ ധാരാളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. താങ്ക് യു സെഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നന്ദി. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ്. ചുറ്റുപാടുമെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ, അതായത് മണിയെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ഗ്രാനി ആദ്യമായിട്ട് മണിയെ കണ്ടു. മണി, ഷീ എക്സ്ക്ലെയിംഡ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. അതായത് മണി എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം കൊണ്ട് കൈകൾ കൂട്ടിയടിച്ചു. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബോട്ട് അപ്പ്. ഹൗ നൈസ് യു ലുക്ക്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്, എത്ര നല്ല കുട്ടിയെയാണ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്, പക്ഷെ നിൻ്റെ മുടി ഒന്ന് വെട്ടണം. ആൻഡ് എ വാഷ്, കുളിക്കുകയും വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്, നിൻ്റെ ഷർട്ടിൽ ബട്ടൺസും വേണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്, 2 പുതിയ ഷൂസ് വേണം. കം എലോങ് ടു ദ ബസാർ, നമുക്ക് ബസാറിലേക്ക് പോകാം. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെഡ് മണി ലോഫിങ്, ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. ആദ്യം ഗ്രാനിയുടെ കണ്ണടയൊന്നും ഉണ്ടാക്കട്ടെ, മണി ചിരിച്ചു. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. മനസ്സിലായിരുന്നു. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്, ഗ്രാനിക്ക് ഒരു വിൻഡോ സീറ്റ് കിട്ടി, ജനലിനടുത്തുള്ള സീറ്റ് കിട്ടി. ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹർ, അവരുടെ അടുത്തായിട്ട് മണിയും ഇരുന്നു. ഹി ഹാഡ് എ ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബർല,
മണിക്ക് പുതിയ ഷൂസ് ഉണ്ടായിരുന്നു, ഗ്രാനിക്ക് കുടയും. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വുളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. എന്നിട്ടോ ഒരു ടിബറ്റൻ പുള്ളോവർ, അതായത് ടിബറ്റൻ സ്വെറ്റർ മണിയുടെ ഫാദറിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബൽ. പിന്നെയോ വിത്തുകളും കിഴങ്ങുകളും പശുവിൻ്റെ മണിയും ഒക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആസ് ദ ബസ് മൂഡ് ഓഫ്, ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. വളരെ ആകാംക്ഷയോടെ ഗ്രാനി പുറത്തേക്ക് നോക്കിയിരുന്നു. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡിൻറ്റ് സീൻ ഫോർ എ ലോങ് ടൈം. വളരെ കാലങ്ങളായിട്ട് അവർക്ക് കാണാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, മിൽക്ക്മെൻ ഓൺ ദ റോഡ്, 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്. അതായത് ദൂരെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ് പണിയെടുക്കുന്ന ആളുകൾ, മിൽക്ക്മെൻ ഓൺ ദ റോഡ് റോഡിലൂടെ പോകുന്ന പാൽക്കാർ, 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ് ബസ്സിൻ്റെ അരികിൽ കൂടെ 2 നായ്ക്കൾ ഓടി വരുന്നത്, മങ്കീസ് ഇൻ ദ ട്രീസ് മരങ്ങളിലിരിക്കുന്ന കുരങ്ങുകൾ, ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, എല്ലാത്തിലും അത്ഭുതകരമായിട്ട് എ റെയിൻബോ ഇൻ ദ സ്കൈ, ആകാശത്തിലെ മഴവില്ലും ഗ്രാനി കണ്ടു. ഷീ കുഡിൻറ്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ് ബട്ട് ഷീ വാസ് വെരി പ്ലസഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അതായത് അവർക്ക് വളരെ വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഉണ്ടായ മാറ്റം കൊണ്ട് അവർ വളരെയധികം സന്തോഷവതിയായിരുന്നു. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. അതായത് മണി അവരെ തന്നെ, ഗ്രാനിയെ തന്നെ നോക്കിയിരുന്നു, അവരുടെ ആവേശകരമായിട്ടുള്ള സംസാരം ശ്രദ്ധിച്ചു. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. പിന്നെ അവൻ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. ഇറ്റ് ഡ്രോപ്പ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. ഗ്രാനിയുടെ ഷോൾഡറിലേക്ക്, ചുമലിലേക്ക് ചാഞ്ഞു. ആൻഡ് റിമൈൻഡ് ദർ, അവിടെ കിടന്നു. കംഫർട്ടബിളി സപ്പോർട്ടഡ്, വളരെ കംഫർട്ടായിട്ട് അവിടെ കിടന്നു. ദ ബസ് സെർവഡ്, ഇവിടെ സെർവഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെട്ടിക്കുവാണ്. ആൻഡ് ജോൾട്ടഡ്, കുലുങ്ങി പോവുകയാണ്. എലോങ് ദ വിൻഡിങ് മൗണ്ടൻ റോഡ്, അതായത് മല കയറി പോവുകയാണ്, വളഞ്ഞു കിടക്കുന്ന റോഡാണ്. അപ്പോൾ ബസ്സിന് പെട്ടെന്ന് വളവൊക്കെ തിരിക്കേണ്ടി വരും, പെട്ടെന്ന് വെട്ടിക്കേണ്ടി വരും. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. പക്ഷേ മണി നല്ല ഉറക്കത്തിലായിരുന്നു. ഇതെഴുതിയത് റസ്കിൻ ബോണ്ടാണ് കേട്ടോ.